to my channel Fane Maths Classes. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 1 നമ്പർ സിസ്റ്റത്തിലെ എക്സസൈസ് 1.1ലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യണം. ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Is 0 a rational number? Can you write in the form P by Q where P and Q are integers and Q is not equal to 0? അപ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? 0 എന്ന് പറയുന്ന നമ്പർ ഒരു റാഷണൽ നമ്പർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണോ? ആണല്ലോ. യെസ് അല്ലേ? നമുക്ക് പറയാം യെസ്, 0 is a rational number. അപ്പൊ നിങ്ങൾ ചിന്തിക്കാക്കും, മിസ് എന്ന് പറഞ്ഞു 0 ഒരു റാഷണൽ നമ്പർ ആണെന്ന്. എങ്ങനെ? അതല്ലേ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം റാഷണൽ നമ്പർ ആകണം എന്നുണ്ടെങ്കിൽ അത് എന്ത് ഫോമിൽ എഴുതാനായിട്ട് പറ്റണം? P by Q ഫോമിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റണം. ആണല്ലോ. അപ്പൊ 0 എങ്ങനെ നമ്മൾ P by Q ഫോമിൽ എഴുതും? ഇതേപോലെ 0 by 1. കണ്ടോ? ഇപ്പൊ P by Q ഫോമിലായില്ലേ? കണ്ടോ? ദേ ഇവിടെ നോക്കിക്കേ, സീറോയുടെ സ്ഥാനത്ത് P-യുമായി, Q-യുടെ സ്ഥാനത്ത് എന്തുമായി? 1-മായി. കണ്ടോ? പിന്നെ നമുക്ക് കണ്ടീഷൻ ഉണ്ട് അല്ലേ, Q is not equal to 0 എന്ന്. ആണല്ലോ. Q-യുടെ ഇവിടെ എന്താണ്? 1 ആണ്. 0 അല്ലല്ലോ വന്നിരിക്കുന്നത്. സോ നമുക്ക് 0നെ P by Q ഫോമിൽ എഴുതാനായിട്ട് പറ്റുമല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 0 ഒരു റാഷണൽ നമ്പർ ആണെന്ന്. ക്ലിയർ? അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം, it can be written in the form of P by Q. ഞാനിപ്പോ കാണിച്ചു തന്നല്ലോ എങ്ങനെയാണെന്ന്. നമുക്ക് എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 0 by 1 എന്ന് എഴുതാം. അതേപോലെ തന്നെ 0 by 3 എന്ന് എഴുതാം, 0 by 5 എന്ന് എഴുതാം അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് എഴുതിക്കൂടെ? അപ്പൊ ഇവിടെ നമുക്ക് എന്തെന്ന് പറയാം? where P and Q are integers and Q is not equal to 0. കണ്ടോ? P and Q are integers ആണല്ലോ. ഇവിടെ Pയുടെ സ്ഥാനത്ത് എന്താണ്? 0 ഒരു ഇന്റീജർ ആണല്ലോ. അതേപോലെ Qന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 5, അതും എന്താണ്? ഇന്റീജർ ആണ്. പിന്നെ Q എന്തുമാണ്? 0യും അല്ല. അപ്പൊ നമുക്ക് ഇതിന്റെ റാഷണൽ നമ്പർ എന്ന് നമുക്ക് പറഞ്ഞൂടെ? സോ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. 0 എന്താണ്? ഒരു റാഷണൽ നമ്പർ ആണ്. എന്തുകൊണ്ടാണ്? അതിനെ നമുക്ക് P by Q ഫോമിൽ എഴുതാൻ പറ്റുന്നത് കൊണ്ട്. എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട്. 0 by 1, 0 by 3, 0 by 5. അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടിയിട്ട് കാണുമല്ലോ. നമുക്കിനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് 6 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 4. 3യുടെയും 4ന്റെയും ഇടയ്ക്കുള്ള 6 റാഷണൽ നമ്പേഴ്സ് ആണ് നമ്മളെടുത്ത് എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാം ഏതൊക്കെയാണ് ആ റാഷണൽ നമ്പേഴ്സ് എന്ന്. 3യുടെയും 4ന്റെയും ഇടയിലുള്ള. ഓക്കെ, നമ്മളിപ്പോ നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ 3യുടെയും 4ന്റെയും ഇടയ്ക്ക് വല്ല നമ്പേഴ്സും ഉണ്ടോ? ഒന്നും തന്നെ നമുക്ക് കാണുന്നില്ല അല്ലെ? 3 കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എഴുതുന്നത് എന്താ? 4 ആണ്. ആണല്ലോ. ഇപ്പൊ നമ്മൾ നമ്പർ ലൈനിൽ തന്നെ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ 0, ദെൻ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ദെൻ ഇവിടെ 4. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണല്ലോ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3യുടെയും 4ന്റെയും ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും തന്നെ ഇല്ല. പക്ഷെ നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കുറേ കൂടി കാര്യങ്ങൾ ആ ഫോട്ടോസിലുള്ളത് കാണാൻ പറ്റും അല്ലേ? അതേപോലെ ഇത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഈ നമ്പർ ലൈൻ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇടയ്ക്ക് 3.1, 3.2 ഇങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള റാഷണൽ നമ്പേഴ്സ് നമുക്ക് എങ്ങനെ കണ്ടെത്താനായിട്ട് പറ്റും? എങ്ങനെയാണെന്ന് അറിയാം. അതായത് നമുക്കറിയാം ഈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡിനോമിനേറ്റർ 1 ഉണ്ട്.
അതേപോലെ 4 എന്ന് പറയുമ്പോൾ അതിനും ഡിനോമിനേറ്റർ എന്തുണ്ട്? 1 ഉണ്ട്. നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇനി കുറച്ചൊന്ന് വലുതാക്കാം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിനോമിനേറ്ററിന് ആയ 1നെ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ഇഷ്ടമുള്ള നമ്പർ കേട്ടോ, 2ഓ 3ഓ 4ഓ 5ഓ 10ഓ 20ഓ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്ക് കുറച്ച് വലിയ നമ്പർ നോക്കിയെടുക്കാം. 10 എടുക്കാം, കാരണം 6 എണ്ണം വേണമല്ലോ. അപ്പൊ ഇൻറ്റു 10, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 30/10 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്തത് 4/1. അപ്പൊ നമുക്ക് അതിനെയും ഇവിടെ 10 എടുത്താൽ നമ്മൾ രണ്ടാമത്തെ നമ്പറിനും 10 തന്നെ വേണം ചൂസ് ചെയ്യാന്. അല്ലാതെ ഇവിടെ 10 എടുത്തിട്ട് ഇവിടെ വേറെ നമ്പർ എടുത്ത് ചെയ്ത് വെക്കരുത് കേട്ടോ. പിന്നെ ഡിനോമിനേറ്ററിനെ ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ സെയിം നമ്പർ കൊണ്ട് തന്നെ ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അത് മറന്നു പോകരുതേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 40/1 × 10 10 കണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് ഇപ്പൊ 30/10 എന്നും 40/10 എന്നുമാണ്. ഇനി ഇതിന്റെ ഇടയിലുള്ള നമ്പേഴ്സ് നമുക്ക് സുഖമായിട്ട് എഴുതാം അല്ലെ? എങ്ങനെ എഴുതാം? 31/10, 32/10 ഇങ്ങനെ നമുക്ക് എഴുതിക്കൂടെ? അപ്പൊ ഈ 3യുടെയും 4ന്റെ ഇടയ്ക്ക് ഇപ്പൊ ഞാൻ ഡെസിമൽ നമ്പേഴ്സിലാണ് ഇത് എഴുതി കാണിച്ചത്. ഇനി ഫ്രാക്ഷൻ നമ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെ എഴുതാം? 31/10 കണ്ടോ, 32/10 ഇങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആ റാഷണൽ നമ്പേഴ്സ് ഒക്കെ ഒന്ന് എടുത്ത് എഴുതാം. അപ്പൊ therefore 6 rational numbers between 3 and 4 are എന്തൊക്കെയാണ്? 31/10, 32/10, അടുത്തത് 33/10, 34/10, 35/10, 1 2 3 4 5 ഒരെണ്ണം കൂടിയാണ് അല്ലേ? അപ്പം 36/10 കണ്ടോ. അപ്പൊ ഇത്രയും റാഷണൽ നമ്പേഴ്സ് ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ 6 റാഷണൽ നമ്പേഴ്സും നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാ ചെയ്യുന്നതിന്? അപ്പൊ 3യുടെയും 4ന്റെ ഇടയ്ക്ക് ഒന്നുമില്ലാന്നും പറഞ്ഞിരിക്കരുത് കേട്ടോ. 3യുടെയും 4ന്റെ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നമ്പർ ലൈൻ വരച്ചിട്ട് കാണിച്ചു തന്നു നിങ്ങൾക്ക്. ഇതേപോലെ നമുക്ക് അതിന്റെ ഇടയ്ക്ക് കുറേ നമ്പേഴ്സ് കാണാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? നമ്മുടെ ഡിനോമിനേറ്ററിനെ നമ്മൾ ഇഷ്ടപ്പെട്ട നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഇതേ 2 നമ്പേഴ്സ് കണ്ടെത്തി. എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ ഇടയിലുള്ള 6 റാഷണൽ നമ്പേഴ്സ് നമ്മൾ എടുത്ത് എഴുതിയും വെച്ചു. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3/5 and 4/5. 3/5ന്റെയും 4/5ന്റെയും ഇടയിലുള്ള 5 റാഷണൽ നമ്പേഴ്സ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ചെയ്യാൻ? നമുക്ക് ഈസി ആണ് അല്ലേ? നേരത്തെ ചെയ്തതുപോലെ തന്നെ 3/5ന്റെയും 4/5ന്റെയും ഇടയിലുള്ള നമ്പേഴ്സ് വേണം നമുക്ക് വേണ്ടുള്ളത്. എങ്ങനെ കണ്ടെത്താം? നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് വലുതാക്കാം. അതായത് നമ്മുടെ ഡിനോമിനേറ്ററിനെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഞാൻ 10 ആണ് കേട്ടോ ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 20 എടുക്കാം, എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പം ഇവിടെ 10 എടുത്താൽ മുകളിലും 10 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3 × 10 30/5 × 10 50. അടുത്തത് എന്താണ്? 4/5. ഇവിടെ 10 ചൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെയും 10 തന്നെ എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ 4 × 10 40/5 × 10 50 കണ്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഇടയിലുള്ള റാഷണൽ നമ്പേഴ്സ് എഴുതാൻ ഈസി അല്ലേ? 30 കഴിഞ്ഞിട്ട് അടുത്ത് എന്താണ്? 31. അപ്പൊ 31/50 then 32/50 എഴുതിക്കൂടെ? ഈസി അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം therefore 5 rational numbers between 3/5 and 4/5 are എന്തൊക്കെയാണ്? നമുക്ക് എഴുതാം 31/50, then 32/50, then 33/50, then 34/50. 5 എണ്ണം വേണം അല്ലേ? 1 2 3 4 എണ്ണേ ഉള്ളൂ. ഇതിന്റെ 5ാമത്തത്
35/50. അപ്പൊ ഇതാണ് 5 റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈസി അല്ലേ? അപ്പൊ ഈ 5 റാഷണൽ നമ്പേഴ്സ് എടുത്ത് എഴുതുന്ന ടൈമിൽ ആരും അതിന്റെ കൂട്ടത്തിൽ 30/50 40/50 എടുത്ത് എഴുതാൻ നിൽക്കലും. നമുക്ക് ഇതിന്റെ ഇടയിലുള്ള 5 റാഷണൽ നമ്പേഴ്സ് ആണ് വേണ്ടുള്ളത്. സോ നമ്മൾ ആ കറക്റ്റ് ആയിട്ടുള്ള 5 റാഷണൽ നമ്പേഴ്സ് വേണം എടുത്ത് എഴുതാനായിട്ട്. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് അടുത്ത തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ അല്ല, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്: സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ് ആൻഡ് ഗിവ് റീസൺസ് ഫോർ യുവർ ആൻസേഴ്സ്. അതായത് ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമ്മൾ പറയണം. നമ്മളിപ്പോൾ ട്രൂ പറഞ്ഞാൽ അതിന്റെ റീസൺ എഴുതണം, ഫോൾസ് ആണെങ്കിലും അതിന്റെ റീസൺ എഴുതണം. അപ്പൊ നമുക്ക് നോക്കാം. Every natural number is a whole number. എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 2 3 4 എക്സെട്ര. ഇതാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ്. കാരണം കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 1 2 3 4 എക്സെട്ര ആണല്ലോ. അപ്പൊ ഇതേ നോക്കിക്കേ, ഈ ഹോൾ നമ്പേഴ്സിൽ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം തന്നെ ഇല്ലേ? കണ്ടോ? 1 2 3 4 5 6 7 8 എന്നും പറഞ്ഞ് വെക്കേണ്ടിയിരിക്കുകയാണ് അല്ലേ? സോ എന്താണ് ഇവിടെ സംഭവം? നമുക്ക് ഇതിനെ ട്രൂ എന്ന് പറയാം. എന്താണ് കാരണം? എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സ് ആണ്. എന്താ അതിന്റെ റീസൺ? ഹോൾ നമ്പേഴ്സിൽ ആരുണ്ട്? നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. കണ്ടോ? അപ്പൊ നമുക്ക് പറഞ്ഞൂടെ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പർ ആണെന്ന്. അപ്പൊ നമുക്കിവിടെ എഴുതാം ട്രൂ. അപ്പൊ കാരണം എന്താണ്? ഹോൾ നമ്പർ true because whole number comprise of all natural numbers. അല്ലേ? നമ്മുടെ ഹോൾ നമ്പേഴ്സിലെ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ട്. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ട്രൂ എന്ന് പറയാൻ കാരണം. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. അടുത്ത ഫോർത്ത് വണ്ണിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ: എവറി ഇന്റീജർ ഇസ് എ ഹോൾ നമ്പർ. എല്ലാ ഇന്റീജേഴ്സും ഹോൾ നമ്പേഴ്സ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണോ? നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 1 2 3 എക്സെട്ര ആണെന്ന്. ഇനി ഇന്റീജർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 0, പിന്നെ എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സ് അല്ലേ? -1 -2 3 എക്സെട്ര. അതേപോലെ തന്നെ പോസിറ്റീവ് നമ്പേഴ്സ്. കണ്ടല്ലോ? ഇതെല്ലാം കൂടി ചേരുന്നതാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ ഇന്റീജേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? 0 1 2 3 എക്സെട്ര ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എല്ലാ ഇന്റീജേഴ്സും ഹോൾ നമ്പർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണോ? ആണോ മക്കൾസേ? അല്ല. എന്താ കാരണം? നമ്മുടെ ഹോൾ നമ്പറിൽ ആകെ കൂടി 0യും 1 2 3 ഉള്ളു. 1 2 3 മീൻസ് പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. 1 2 3 4 5 6 എക്സെട്ര എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് പറയാം നമ്മുടെ ഹോൾ നമ്പേഴ്സിൽ 0 ഉണ്ട്, പോസിറ്റീവ് നമ്പർ ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മുടെ ഈ ഹോൾ നമ്പറിൽ ആരില്ല? നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ല അല്ലെ? ഈ ഒരു സംഗതി നമ്മുടെ ഹോൾ നമ്പറിൽ ഇല്ല. സോ നമുക്ക് പറയാൻ പറ്റും അന്നേരം എല്ലാ ഇന്റീജേഴ്സും ഹോൾ നമ്പർ ആണെന്ന്? ഒരിക്കലും ഇല്ല. എന്താ കാരണം? നമ്മുടെ ഹോൾ നമ്പറിൽ ആരില്ല? നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ല. സോ നമുക്ക് എഴുതാം ഫോൾസ് ആണെന്ന്. അവർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? അവരെന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ ഇന്റീജേഴ്സും ഹോൾ നമ്പർ ആണെന്നാ പറഞ്ഞിരിക്കുന്നേ. അപ്പൊ അത് തെറ്റല്ലേ? അപ്പൊ നമുക്ക് പറയാം ഫോൾസ്. Because negative integers are not whole numbers. Okay, അപ്പൊ ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. എവറി റാഷണൽ നമ്പർ ഇസ് എ ഹോൾ നമ്പർ. എല്ലാ റാഷണൽ നമ്പേഴ്സും ഹോൾ നമ്പർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ മക്കൾസേ? അല്ല. എന്താ കാരണം എന്നറിയാവോ? പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് കണ്ണുടച്ച് ഫോൾസ് എന്ന് എഴുതാം.
എന്താ കാരണം? ഒന്ന് നമുക്കറിയാം, നമ്മുടെ ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, 1, 2, 3 എക്സെട്ര ആണെന്ന്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? P/Q ഫോമിൽ എഴുതണം. അതേപോലെ Q ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് നമുക്കറിയാം. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന ഈ റാഷണൽ നമ്പേഴ്സ് എല്ലാം ഹോൾ നമ്പേഴ്സ് ആണോ എന്നാണല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ദേ ഇവിടെ ഇപ്പൊ നമ്മൾ 3 നമുക്കറിയാം ഇതൊരു റാഷണൽ നമ്പർ ആണെന്ന് നമുക്കറിയാം. ആണല്ലോ. ഇതൊരു ഹോൾ നമ്പർ ആണോ എന്ന് ചോദിച്ചാലും ആണ്. അപ്പം ചോദിക്കും അതെങ്ങനെയാ മിസ്സേ 3 റാഷണൽ നമ്പർ ആവുന്നതെന്ന്? എങ്ങനെയാവുന്നേ? 3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാ ഇങ്ങനെ എഴുതിക്കൂടെ? 3/1 കണ്ടോ? അപ്പൊ ഇത് P/Q ഫോമിലായില്ലേ? കണ്ടോ? അപ്പൊ ഇതെന്താണ്? റാഷണൽ നമ്പർ ആണ്. ഈ 3 എവിടെ ഉണ്ട്? നമ്മുടെ ഹോൾ നമ്പറിലും ഉണ്ട് അല്ലേ? ഇവിടെ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2/1 എന്ന് വെച്ചാൽ എന്താണ്? 2 ആണ്. സോ നമുക്ക് പറയാം ഈ 3 ഒക്കെ തന്നെ നമ്മുടെ ഹോൾ നമ്പേഴ്സിൽ ഉള്ളതാണ്. ഓക്കെ. എന്നിട്ട് പിന്നെ എന്തിനാ മിസ് ഫോൾസ് പറഞ്ഞതെന്നായിരിക്കും അല്ലേ ചിന്തിക്കുന്ന? കാര്യം പറഞ്ഞത് ഈ 2/5 ഇത് നമ്മുടെ ഹോൾ നമ്പറിൽ ഉണ്ടോ? ഇല്ല. അതേപോലെ 3/7 ഇത് നമ്മുടെ ഹോൾ നമ്പറിൽ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ എല്ലാ റാഷണൽ നമ്പേഴ്സും അപ്പോഴും ഹോൾ നമ്പർ ആണോ? അല്ലല്ലോ. ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. കാരണം 2/5 ദേ P/Q ഫോമിലാണ് കിടക്കുന്നത്. 3/7 ദേ P/Q ഫോമിലാണ് കിടക്കുന്നത്. കണ്ടോ? അപ്പൊ ഇതെല്ലാം തന്നെ റാഷണൽ നമ്പേഴ്സ് ആണ്. പക്ഷെ ഈ റാഷണൽ നമ്പേഴ്സ് നമ്മുടെ ഹോൾ നമ്പറിലുണ്ടോ? ഇല്ല. അപ്പൊ എല്ലാ റാഷണൽ നമ്പേഴ്സും ഹോൾ നമ്പർ ആണെന്ന് പറയുന്ന കാര്യം തെറ്റല്ലേ? അപ്പൊ നമ്മൾ എഴുതിയ കാര്യം കറക്റ്റ് ആണ്, ഫോൾസ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം, ഫോൾസ് ബിക്കോസ് 2/5, 3/7 are not all numbers. നമുക്കറിയാവുന്നത് പോലെ നമ്മുടെ റീസൺ അങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. അല്ലാതെ അതിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാലൻസ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ സ്റ്റുഡൻസ്.